ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടം വരവായി. നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും കൊണ്ട് വീടും നാടും നഗരവുമൊക്കെ ഒരുങ്ങുകയായി. ഉണ്ണിമിശിഹായെ വരവേൽക്കുവാനായി ആഘോഷ തിമിർപ്പിലാണ് ലോകം. എന്നാൽ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം ഈ ഉണ്ണിമിശിഹായെ സ്വീകരിക്കേണ്ടത്? ബാഹ്യമായ ആഘോഷങ്ങൾക്കും അപ്പുറം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. ലോകരക്ഷകനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചുവെങ്കിൽ ആ ദൈവത്തിന് വീണ്ടും പിറക്കുവാനായി എൻ്റെ ഹൃദയത്തെ സജ്ജമാക്കുവാൻ എനിക്ക് സാധിക്കണം. പരിശുദ്ധനായ ദൈവത്തിന് പരിശുദ്ധമായ സ്ഥലങ്ങളിൽ മാത്രമേ വസിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഹൃദയ നൈർമല്യതയോടെ, ഹൃദയത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണം. തെറ്റുകൾ തിരുത്തി ദൈവത്തിന് വാസയോഗ്യമായ രീതിയിൽ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. ദൈവത്തിന് തിരുത്തുവാനായിട്ട് നിന്റെ തെറ്റുകളെ വിട്ടുകൊടുക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ കുറവുകളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ദൈവത്തിന് വാസയോഗ്യമായ രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സാക്ഷികളായി ജീവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പിറവി തിരുനാളിനായി ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ ഹൃദയവും മനസ്സും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കാം. എപ്രകാരമാണ് നാം ഒരുങ്ങേണ്ടതെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായം 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നീ തെറ്റുകൾ തിരുത്തുകയും നേരായ മാർഗത്തിലെത്തിരിക്കുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യും. പ്രിയമുള്ളവരെ, തെറ്റ് തിരുത്തുക എന്ന് പറയുമ്പോൾ തിരിഞ്ഞ് നടക്കുക അഥവാ നേരായ മാർഗത്തിൽ തിരിക എന്ന കൂടിയാണ് അർത്ഥമാക്കുന്നത്. ദൂർധപുത്രൻ സുബോധമുണ്ടായപ്പോൾ അവൻ അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ നടന്നു. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ആത്മശോധന ചെയ്യാം. ഞാൻ എവിടേക്കാണ് തിരികെ നടക്കേണ്ടത്? ആരിലേക്കാണ് തിരികെ നടക്കേണ്ടത്? എന്തിൽ നിന്നൊക്കെയാണ് ഞാൻ തിരികെ നടക്കേണ്ടത് എന്നൊന്ന് ആത്മശോധന ചെയ്യാം. ദൈവത്തിലേക്ക്, മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, ബന്ധുക്കളിലേക്ക്, എൻ്റെ അയൽക്കാരിലേക്ക്, എൻ്റെ സുഹൃത്തുക്കളിലേക്ക് ഞാൻ എത്രയോ ദൂരം തിരികെ നടക്കേണ്ടത്? ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആഗമന കാലത്ത് നിനക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞ് നടക്കേണ്ടുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാൻ എന്നെ നീ സഹായിക്കണം. എൻ്റെ ഹൃദയത്തെ അങ്ങേ തിരു ഹൃദയം പോലെ രൂപപ്പെടുത്തണം. ആമേൻ. എപ്പോഴും ഇങ്ങനെ ഫോൺ കണ്ടിരുന്നാൽ മതിയോ? ക്രിസ്മസ് ഒക്കെ ആയില്ലേ? ഒന്ന് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് നമുക്കൊരു വചനം പഠിച്ചാലോ? ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കാ 2:11.